നമസ്കാരം. ഒരാഴ്ചയായി കടുത്ത പനിയും മറ്റ് അസ്വസ്ഥതകളുമായി വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ശബ്ദം ശരിയായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഈ വിഷയം ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ഒരാഴ്ച മുമ്പ് സുരേഷ് ഗോപി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകൻ നടത്തിയ ഒരു പത്രസമ്മേളനമായിരുന്നു ആ വീഡിയോയുടെ ഇതിവൃത്തം. അദ്ദേഹം വളരെ വിശദമായി ചില കാര്യങ്ങൾ പറയും. സംവിധായകൻ സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞു എന്ന് വരില്ല. അദ്ദേഹം ഒരു കൊമേഴ്സ്യൽ സിനിമാ സംവിധായകനല്ല. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയിട്ടുള്ള സിനിമകൾ ചെയ്ത സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ. ഒരാൾ പൊക്കം എന്ന ആദ്യ സിനിമ, പിന്നീട് 70 ദിവസത്തെ കളി. ആ ചിത്രം 2015 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് മേടിച്ച ചിത്രമാണ്. പിന്നീട് വിവാദമായ സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമ, പിന്നീട് അതിന്റെ ടൈറ്റിൽ മാറ്റണം, അങ്ങനെ എസ് ദുർഗ എന്നാക്കി മാറ്റിയിരുന്നു. പിന്നീട് ഉന്മാദിയുടെ മരണം, വഴക്ക്, ചോല, അങ്ങനെയൊക്കെ സിനിമകൾ എടുത്തു. 2018 മഞ്ജു വാര്യരുമായി ചേർന്ന് അദ്ദേഹം ഒരു സിനിമ ചെയ്തു. കയറ്റം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ മഞ്ജു വാര്യർ അതിന്റെ നിർമ്മാണ പങ്കാളിയാകാമെന്ന് പറഞ്ഞു. സനൽകുമാറും അതിലൊരു നിർമ്മാണ പങ്കാളിയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. മറ്റൊരാൾ ഫണ്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമ ഹിമാചൽ പ്രദേശിലായിരുന്നു ഷൂട്ടിംഗ്. ആ സമയത്ത് മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ചയുണ്ടായ ഒരു സിനിമയാണ്. മഞ്ജു വാര്യർക്ക് ദേശീയ അവാർഡുകൾ വരെ നേടാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ചർച്ചകൾ. ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് വന്നതിനിപ്പുറം ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയാണ് സനൽകുമാർ ശശിധരനും മഞ്ജു വാര്യരും തമ്മിൽ. വിഷയം, മഞ്ജു വാര്യർ പറയുന്നത് സനൽകുമാർ ശശിധരൻ പ്രണയാഭ്യർത്ഥന നടത്തുന്നു, അതെന്നെ അലോസരപ്പെടുത്തുന്നു, എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നു എന്നായിരുന്നു അവരുടെ കംപ്ലൈന്റ്. സനൽകുമാർ ശശിധരൻ അതിനെന്തൊക്കെയോ മറുപടികൾ പറയുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പോലീസ് അന്വേഷണം നടക്കുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചു വെക്കുന്നു. ഇതിന്റെയൊക്കെ മാനസിക വ്യഥയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 1.5 വർഷക്കാലം അമേരിക്കയിൽ അദ്ദേഹം പോയി സുഹൃത്തുക്കളുടെ കൂടെയൊക്കെ ജീവിക്കുകയായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ബോംബെ എയർപോർട്ടിലാണ് തിരിച്ചിറങ്ങുന്നത്. അവിടെ വെച്ച് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പോലും ഇല്ലാതെ അദ്ദേഹത്തെ പിടിച്ചു വെക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബഹളമുണ്ടാക്കി. അങ്ങനെ ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. അവിടെ എന്തൊക്കെയോ രേഖകൾ ഉണ്ടാക്കുന്നു. അവിടെ നിന്നും തിരിച്ച് എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പരാതിയുണ്ട്. മഞ്ജു വാര്യർ അയാൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ജഡ്ജി പറയുന്നു, ഇതിലെന്താണ് തെളിവ്, എന്താണ് രേഖകൾ, എന്താണ് കേസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നു. ഇതുവരെ 2-3 വർഷമായിട്ടും ആ കേസിന്റെ പരിണിതി എന്താണ് എന്ന് അറിയില്ല. അതിനിടയിലാണ് ഒരാഴ്ച മുമ്പ് സനൽകുമാർ ശശിധരൻ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. പത്രസമ്മേളനം നടത്തി പറയുന്നത് ഏകദേശം 10-15 സാമൂഹ്യ സാഹിത്യ രംഗത്തെ പ്രമുഖർ, സിനിമാ രംഗത്തെ പ്രമുഖർ ഒപ്പിട്ട ഒരു ഹർജിയുണ്ട്. സനൽകുമാർ ശശിധരനെ പലരും ഭീഷണിപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കുന്നില്ല. മാത്രവുമല്ല, മഞ്ജു വാര്യർക്ക് ത്രെട്ടുണ്ട്. മഞ്ജു വാര്യർക്ക് മാത്രമല്ല, മകൾക്കും. ഇപ്പോൾ ദിലീപിനോടൊപ്പം താമസിക്കുന്ന മഞ്ജു വാര്യരുടെ മകളെയും കൊന്നുകളയും എന്ന് ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് പല രഹസ്യങ്ങളും മഞ്ജു വാര്യർ പറയാത്തത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ആണ് സുരേഷ് ഗോപി എനിക്ക് അയച്ചത്. ഞാൻ സുരേഷ് ഗോപിക്ക് ഒരു മെസ്സേജ് അയച്ചു, എന്താണ് താങ്കളുടെ അഭിപ്രായം? സുരേഷ് ഗോപി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ട് എന്ന് പലരും പറയുന്നു. ഒരു ഫാന്റസി ലോകത്താണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല എന്ന് മറുപടി പറഞ്ഞു. സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു, അവർ തമ്മിലുള്ള ബന്ധമോ പ്രണയമോ അതൊന്നുമല്ല എന്റെ വിഷയം. ബോംബെ എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പോലും ഇല്ലാതെ അദ്ദേഹത്തെ ആരാണ് അവിടെ പിടിച്ചു വെച്ചത്? ഒരു കോടതി നിർദ്ദേശവും ഇല്ലാതെ എങ്ങനെയാണ് എയർപോർട്ടിൽ പിടിച്ചു വെക്കാൻ കഴിയുക? എന്നോട് സുരേഷ് ഗോപി പറയുന്നു, നിങ്ങൾ ഒരു ഫിലിം ഫ്രട്ടേണിറ്റിയുടെ ആളായതുകൊണ്ട്, സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾ അതൊന്ന് അന്വേഷിക്കും. അങ്ങനെ അനധികൃതമായിട്ടാണ്, ഒരു ഗുണ്ടായുസം കാണിച്ചാണ് അദ്ദേഹത്തെ അവിടെ പിടിച്ചു വെച്ചെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും. അങ്ങനെ സനൽകുമാർ ശശിധരനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ആരുടെ കയ്യിലുമില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെസ്സഞ്ചറിലൂടെ ഒരു മെസ്സേജ് അയക്കും. സനൽകുമാറിനെ തിരിച്ചു പിടിച്ചു. വളരെയധികം കാര്യങ്ങൾ ഞാൻ സനൽകുമാർ ശശിധരനുമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞ് ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരു സമൂഹം ആകെ എന്നെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ പറയുന്നതെല്ലാം മണ്ടത്തരമാണ്, ഈ പറയുന്നതെല്ലാം ഏതോ ഹാലൂസിനേഷനിൽ പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രണയമുണ്ടായിരുന്നോ? നിങ്ങളോട് പ്രണയമുണ്ടായിരുന്നോ മഞ്ജു വാര്യർക്ക്? അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, കയറ്റം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഇന്റിമസി ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എൻ്റെ ഒരു ഇൻഫാക്ച്വേഷൻ ആയിരുന്നു എന്ന് സമർത്ഥിക്കുക. എല്ലാവരും അങ്ങനെ പറയുന്നത് പോലെ, അല്ലെ മഞ്ജു വാര്യരും അങ്ങനെ തന്നെ പറയട്ടെ. അവർക്ക് എന്നോട് തുറന്നു പറയാം. എപ്പോഴും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുന്ന അവർക്ക് എന്നോട് തുറന്നു പറയാം, മേലിൽ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്, എനിക്ക് നിന്നോട് പ്രണയമൊന്നുമില്ല എന്ന് പറയാം. അത് പറഞ്ഞിട്ടില്ല. സനൽകുമാർ പറയുന്നത്, ഒരു ഗ്രൂപ്പിന്റെ അടിമത്തത്തിലാണ് മഞ്ജു വാര്യർ ജീവിക്കുന്നത്. അവർക്കൊന്നും തുറന്നു പറയാൻ കഴിയില്ല. ഈ കയറ്റത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം
കുറച്ചു കാലം പിണക്കത്തിലായിരുന്നു മഞ്ജു വാര്യരുമായി സനൽകുമാർ അമേരിക്കയിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് ജപ്പാൻ ഫിലിം ഫെസ്റ്റിവലിലോ എവിടെയോ ഒരു എൻട്രി കിട്ടി. അപ്പോൾ ഒരു അഭിനന്ദന മെസ്സേജ് അയച്ചു മഞ്ജു വാര്യർ. അവിടെ നിന്നാണ് വീണ്ടും മെസ്സേജ് അയക്കുന്നത്, സംസാരിച്ചു തുടങ്ങുന്നത്. അവർ എന്നോട് പറഞ്ഞു, നമുക്കിവിടം വിട്ട് അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാം എന്ന് വരെ പറഞ്ഞു എന്നാണ് സനൽകുമാർ എന്നോട് പറഞ്ഞത്. അതിന്റെ യാഥാർത്ഥ്യം എന്തുമാകട്ടെ, ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നു, ആ മരവുളയെ പ്രേമിക്കാൻ മഞ്ജു വാര്യർക്ക് എന്താ ഭ്രാന്താണ്. ഇവരൊക്കെ മനുഷ്യന്റെ മാനസികാവസ്ഥകളെ കുറിച്ച് അറിയാതെയാണ് സംസാരിക്കുന്നത്. ആരെ പ്രേമിക്കണം, ആരോടാണ് പ്രേമം തോന്നുക, ഇതൊക്കെ ഓരോ മനുഷ്യാവസ്ഥകളാണ്. ഇനി അദ്ദേഹത്തിന്റെ ഒരു ഇൻഫാക്ച്വേഷൻ ആണെന്ന് വിചാരിക്കുക. അത് വളരെ നന്നായി മഞ്ജു വാര്യർ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തായാലും ആ സിനിമ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല, റിലീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവാർഡൊന്നും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. സനൽകുമാർ ഇന്ന് അസ്വസ്ഥനാകുന്നത് സനൽകുമാറിന്റെ കൺസേൺ മഞ്ജു വാര്യർ അപകടത്തിലാണ്. പലവട്ടം പലരോടും പറഞ്ഞിട്ട് അതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് സനൽകുമാർ പറയുന്നത്. അതിനുവേണ്ടിയാണ് പരസ്യമായി പത്രസമ്മേളനം നടത്തിയത്. ഇനി ഇതൊന്നും ശരിയല്ല എന്ന് മഞ്ജു വാര്യർ വന്ന് പറയട്ടെ, അവർക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല. ഈ കയറ്റം എന്ന് പറയുന്ന സിനിമയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് കോട്ടയത്ത് വെച്ച് ഒരു ലൊക്കേഷനിൽ മഞ്ജു വാര്യരെ കാണാൻ സനൽകുമാർ ചെല്ലുന്നു. അവർ തമ്മിൽ ആ ലൊക്കേഷനിൽ തന്നെ വഴിയരികിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് വന്ന്, അതായത് മഞ്ജു വാര്യരുടെ മാനേജർ എന്ന് പറയുന്ന ആളടക്കം വന്ന് മഞ്ജു വാര്യരെ കാറിൽ ബലമായി പിടിച്ചു കയറ്റിക്കൊണ്ടുപോയി. അതായത് സനൽകുമാറുമായി ഇനി സംസാരിക്കരുത്, അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയൊക്കെ ഉണ്ടായി എന്നാണ് സനൽകുമാർ പറയുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ സനൽകുമാറിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, മഞ്ജു വാര്യരെ ചോദ്യം ചെയ്യണം, കൃത്യമായ ഒരു വിവരം കിട്ടണമെങ്കിൽ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം തന്നെയായിരുന്നല്ലോ ആഭ്യന്തരമന്ത്രി. വളരെ വിശദമായ ഒരു പരാതി കൊടുത്തു. ആ പരാതി അദ്ദേഹം DGPക്ക് ഫോർവേഡ് ചെയ്തു. DGP അത് കൊച്ചിൻ ACPക്ക് കൊടുത്തു. ACP അത് എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു. എളമക്കര പോലീസ് സ്റ്റേഷനിൽ സനൽകുമാറിനെ വിളിച്ചു വരുത്തി. പക്ഷെ അവിടെ വെച്ച് ആ പരാതി കയറി ദൂരക്കളും, അതിലൊരു കഴമ്പുമില്ല എന്ന് പറയും. എന്തുകൊണ്ട് മഞ്ജു വാര്യരോട് ചോദിച്ചില്ല, ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? സനൽകുമാർ അതാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളിൽ ചില സംശയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൃത്യമായ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സുരേഷ് ഗോപിയായി സംസാരിച്ചതാണ്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഉണ്ടെങ്കിലോ. സനൽകുമാർ ശശിധരൻ എന്നോട് പറയുന്നത്, മഞ്ജു വാര്യരുടെ മാനേജരായി വന്ന ബിനീഷ് ചന്ദ്രൻ ഇന്ന് അവരോടൊപ്പം സന്തത സഹചാരിയായിട്ടുണ്ട്. കുഞ്ചാക്കോബനും ഭാര്യയും മഞ്ജു വാര്യരും ബിനീഷ് ചന്ദ്രനും ഒന്നിച്ചാണ് ജപ്പാനിലൂടെ വിനോദയാത്രയ്ക്ക് പോയത്. അത്രമാത്രം അടുപ്പമുണ്ട് അവർ തമ്മിൽ. അയാളുടെ കീഴിലാണ് മഞ്ജു വാര്യർ. കീഴിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭീഷണിക്ക് മുമ്പിൽ ശബ്ദിക്കാനാകാതെ നിൽക്കുകയാണ് മഞ്ജു വാര്യർ എന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ടത്രേ, എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവർക്കറിയാം. മഞ്ജു വാര്യർ അത് മൂടി വെക്കേണ്ട ആവശ്യകതയുണ്ട്. മഞ്ജു വാര്യർക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇന്ന് സനൽകുമാർ ശശിധരൻ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. അജിനോറ എന്ന് പറയുന്ന ഒരു അക്കാഡമിയുണ്ട്. വിദേശത്തേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന, വിദേശത്ത് പഠിക്കാൻ വേണ്ടി കുട്ടികളെ അയക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം എന്തോ അഴിമതി നടത്തി എന്ന് പറഞ്ഞ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇരുന്ന് പറയുന്ന വീഡിയോ ആണ്. സനൽകുമാർ എനിക്ക് എഴുതിയിരിക്കുന്നു, അജിനോറയുടെ ബ്രാൻഡ് അംബാസഡറാണ് മഞ്ജു വാര്യർ. ഈ അജിനോറ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബിനീഷ് ചന്ദ്രൻ എന്തൊക്കെയോ ഇടപാടുകളുണ്ട്. അങ്ങനെയാണ് മഞ്ജു വാര്യർ അതിന്റെ ബ്രാൻഡ് അംബാസഡറായത്. അപ്പോൾ ഒരുപാട് കള്ളപ്പണ ഇടപാടുകളോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് സനൽകുമാർ ശശിധരൻ പറയുന്നു. ഇതെന്റെ വേർഷനല്ല, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ. ഇനി സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഉന്മാദാവസ്ഥയാണെങ്കിൽ, ഇനി മഞ്ജു വാര്യരോടുള്ള ഇൻഫാക്ച്വേഷൻ തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ അത് കണ്ടെത്തണ്ടേ. നിരന്തരമായി സനൽകുമാർ പത്രസമ്മേളനം നടത്തിയും ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയയിലെ ചില വിശുദ്ധന്മാരുണ്ട്, അവരുടെ ചില കണ്ടെത്തലുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കാറിലിരുന്ന് രണ്ടുപേർ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. അതില് സനൽകുമാർ ശശിധരനെ അങ്ങ് അവഹേളിക്കുകയാണ്, അപമാനിക്കുകയാണ്. അവർ സ്വയം പറഞ്ഞിരിക്കുകയാണ് ഇയാൾക്ക് മാനസിക രോഗമാണെന്ന് പറയും. ഇനി മാനസിക രോഗമാണെങ്കിൽ അത് കണ്ടെത്തണം. സമൂഹത്തിലെ പ്രശസ്തരായ അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങി CS വെങ്കടേശ്വരൻ തുടങ്ങി ജോയ് മാത്യു തുടങ്ങി അങ്ങനെ മലയാള സിനിമയിലെയും സാമൂഹിക സാഹിത്യ രംഗത്തെയും ഒരുപാട് പ്രശസ്തർ ഒപ്പിട്ട ഒരു പരാതിയുമായിട്ടാണ് അയാളിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, സനൽകുമാറിനെ സഹായിക്കാൻ ഞാൻ വരാം. നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാം, ഈ പരാതി കൊടുക്കാം. കൃത്യമായ ഒരു അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ സത്യങ്ങൾ തെളിയിക്കപ്പെടട്ടെ. ചിലപ്പോൾ പ്രമാദമായ ചില കാര്യങ്ങളുടെ തുമ്പ് കണ്ടെത്താൻ സനൽകുമാർ ശശിധരൻ ഒരു നിമിത്തമായെങ്കിലോ. ഇക്കാര്യം ഞാൻ സുരേഷ് ഗോപിയോടും പറഞ്ഞു. കുറച്ചു നേരം ശബ്ദിക്കാതെ നിന്നിട്ട് സുരേഷ് ഗോപി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിലും ചിലപ്പോൾ കാര്യമുണ്ടാവാം. അതെ, ചിലപ്പോൾ അങ്ങനെയും ഒരു വഴി തെളിഞ്ഞാലോ. താങ്ക് യു.